ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ മിഥുനം 1 ഇപ്രാവശ്യം ഞായറാഴ്ചയാണ് മിഥുനം 1 വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ പഞ്ചമി തിഥിയുമുണ്ട്. പഞ്ചമി തിഥിയിൽ വാരാഹിയമ്മയ്ക്ക് 12 തവണ മാത്രം ചൊല്ലി സമർപ്പിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയെ പറ്റിയുള്ള വീഡിയോ ഞാൻ രാവിലെ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊക്കെ അത് പോയി കണ്ട് ആ നാമം ചൊല്ലണം. ആ നാമം ചൊല്ലിയാൽ നമ്മുടെ എന്തൊരു പ്രശ്നമാണോ വേദനകളാണോ നമുക്കുള്ളത് അതൊക്കെ ദേവി നമുക്ക് മാറ്റിത്തരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു മിഥുനമാസം മുഴുവൻ നമ്മുടെ വീട്ടിൽ നല്ല രീതിയിലുള്ള ലക്ഷ്മി കടാക്ഷവും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ധനവരവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു ചെറിയ പരിഹാരമാണ്. ഇത് ചെയ്യേണ്ടത് നാളെ രാവിലെ 8:30 മുതൽ 9:05 വരെയുള്ള 35 മിനിറ്റ് സമയത്താണ്. ആ സമയത്ത് എങ്ങനെ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ എല്ലാവർക്കും ഇത് ഷെയറും ചെയ്യണം. കാരണം താമസിച്ചാണ് നമ്മളിത് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല, സമയം കഴിഞ്ഞു പോകും. ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന വസ്തുക്കളൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ളതായതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പ്രത്യേകിച്ച് നമുക്ക് വെളിയിൽ പോകേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടാൽ ഉടൻ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരു മാസം മുഴുവൻ നമ്മുടെ വീട്ടിലെ ഐശ്വര്യമാണ് ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ഈ ഒരു പരിഹാരം ചെയ്യേണ്ടുന്ന സമയമെന്ന് പറയുന്നത് രാവിലെ 8:30 മുതൽ 9:05 വരെയുള്ള ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത്. ഇത് ആ ഒരു സമയത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് മിഥുനം സംക്രാന്തി സമയമാണത്. അതായത് സൂര്യൻ ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലോട്ട് മാറുന്ന ആ ഒരു സമയം കറക്റ്റായിട്ട് നമ്മൾ അപ്പോൾ തന്നെ ഇത് ചെയ്യണം. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നാളെ ഞായറാഴ്ചയാണ്. ഞായർ എന്ന് പറയുന്നത് സൂര്യഭഗവാന്റെ ദിവസമായതുകൊണ്ടും ആ ഒരു സംക്രാന്തി സമയം രാവിലെയാണ് വരുന്നത് എന്നതുകൊണ്ടുമാണ് ഈ ഒരു സമയം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു സമയം തന്നെ ചെയ്യണം. ഇത് ആർക്ക് വേണമെങ്കിലും രാവിലെ ആയതുകൊണ്ട് തന്നെ നോൺ വെജ് കഴിക്കുന്നു എന്നൊരു പ്രശ്നം വരുന്നില്ല. 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ എല്ലാവരും രാവിലെ കുളിച്ച് വീട്ടിൽ നിലവിളക്ക് കൊളുത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഇത് യാതൊരു വിധത്തിലുമുള്ള ടെൻഷനില്ലാതെ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ പീരിയഡ്സ് ഒക്കെ ആയിട്ടുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മക്കളെ കൊണ്ടോ ഹസ്ബൻഡിനെ കൊണ്ടോ ഒക്കെ ചെയ്യിപ്പിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു സമയം, അതായത് 8:30 മുതൽ 9:05 വരെയുള്ള ആ ഒരു 35 മിനിറ്റ് സമയം, ആ ഒരു 35 മിനിറ്റ് സമയം മാത്രം നിങ്ങളിത് ചെയ്താൽ മതിയാവും. ഇനിയിപ്പോൾ നിങ്ങളിത് 8:45 ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും 9:05 നിങ്ങളിത് അവസാനിപ്പിക്കണം. അതേപോലെ 9 മണിക്കാണ് നിങ്ങളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 9:05 നിങ്ങളിത് അവസാനിപ്പിക്കണം. അപ്പോൾ നമുക്കിത് എന്താണ് ചെയ്യേണ്ടത്, ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ. അപ്പം രാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ വിളക്കൊക്കെ കൊളുത്തണം. നാളെ 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ നെയ്യൊഴിച്ച് നിലവിളക്ക് കൊളുത്താൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ്. വിളക്ക് കൊളുത്തി നിങ്ങളുടെ അന്നത്തെ പൂജകളും പ്രാർത്ഥനകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സൂര്യഭഗവാന് അർഘ്യം സമർപ്പിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അർഘ്യം സമർപ്പിക്കുക തന്നെ വേണം. എങ്ങനെയാണ് അർഘ്യം സമർപ്പിക്കേണ്ടത്? ഒന്നെങ്കിൽ ഒരു മൺകുടം എടുക്കാം, അല്ലെങ്കിൽ ഒരു ബ്രാസിൻ്റെ കുടം എടുക്കാം, അല്ലെങ്കിൽ കോപ്പർ എടുക്കാം. കോപ്പറാണ് ഏറ്റവും ഉത്തമം. അതിൽ ശുദ്ധമായ ജലം നിറച്ച് ഒരൽപ്പം കുങ്കുമമിട്ട് സൂര്യഭഗവാനെ നോക്കി നമുക്ക് ഓം സൂര്യായ നമ അല്ലെങ്കിൽ ആദിത്യ ഹൃദയ സ്തോത്രം ചൊല്ലിക്കൊണ്ട് നമുക്ക് സൂര്യഭഗവാൻ അർഘ്യം കൊടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഞങ്ങൾക്കില്ല എന്നുള്ളവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതിയാകും. ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്താണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളുടെ അടുക്കളയുടെ ഭാഗത്ത് കിഴക്ക് ഭാഗമുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അവിടെ ചെയ്താലും മതി. അങ്ങനെയല്ല ഹോളിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഹോളിൽ ചെയ്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ കിഴക്ക് ഭാഗത്ത് തന്നെ നമ്മളിത് ചെയ്യണം. ബെഡ്റൂം ഒഴിച്ചിട്ട് നമ്മുടെ ഹോളിലും കിച്ചണിലുമുള്ള കിഴക്ക് ഭാഗം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ആ ഒരു കിഴക്ക് ഭാഗത്ത് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളിത് ചെയ്യുന്ന ഭാഗം അത് എവിടെയാണെങ്കിലും ഇപ്പോൾ അടുക്കളയിൽ നിങ്ങൾ നിങ്ങളുടെ
ആ ഒരു കൗണ്ടർ ടോപ്പിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ജസ്റ്റ് ഒരു മഞ്ഞൾ വെള്ളമൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കണം. വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾ അറിയാവുന്ന ഒരു കോലം വരയ്ക്കുക. നിങ്ങൾക്ക് എന്താണോ അറിയാവുന്ന ആ ഒരു കോലം വരച്ച് അതിന് മുകളിലായിട്ട് നിങ്ങളൊരു മൺകുടം വെക്കണം. ഞാനിവിടെ മൺകുടമാണ് വെക്കുന്നത്. നിങ്ങൾക്ക് മൺകുടം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കോപ്പറിൻ്റെ കുടമൊക്കെ ഉണ്ടാകും. കോപ്പറിൻ്റെയോ ബ്രാസിൻ്റെയോ കുടം അതെടുത്താൽ മതിയാകും. ഇനിയിപ്പോൾ കോപ്പർ കുടമില്ല, ബ്രാസ് കുടമില്ല, വേറൊരു ഓപ്ഷനുമില്ല. സിൽവറൊക്കെ വെക്കാം, അതിലൊന്നും തെറ്റില്ല. പക്ഷേ ഈ പറയുന്ന ഈ 3 ലോഹങ്ങൾ അല്ലെങ്കിൽ ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയത് മാത്രമേ ഇവിടെ എടുക്കാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ. അങ്ങനെ എടുത്ത് ആ ഒരു കോലത്തിന് മുകളിൽ നമ്മൾ വെച്ചിട്ട് അതിൽ നല്ല ശുദ്ധജലം നിറയെ ഒഴിക്കണം. നല്ല ശുദ്ധജലമായിരിക്കണം. ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം കുങ്കുമം, അതേപോലെ ഏലക്ക മുഴുവനായിട്ട് എടുത്തിട്ട് ആ കുരു മാത്രം ഇട്ടാൽ മതിയാവും. ഗ്രാമ്പൂ, പച്ചക്കർപ്പൂരം, അതേപോലെ ജവ്വാത്, കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂവും. ഈ 7 വസ്തുക്കൾ ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇടാം. അപ്പം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ജലം ഒഴിക്കുമ്പം ഐശ്വര്യലക്ഷ്മിയെ വരുക വരുക എന്ന് പറഞ്ഞുകൊണ്ട് വേണം ജലമൊഴിക്കാൻ. ജലമൊഴിച്ച് ജലത്തിലോട്ട് ഈ ഓരോ വസ്തുക്കളും നമ്മളിടുമ്പം ഐശ്വര്യലക്ഷ്മിയെ വരുക വരുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേണം നമ്മൾ ഓരോ വസ്തുക്കളായിട്ട് ആ ജലത്തിലോട്ട് ഇടാൻ വേണ്ടി. അങ്ങനെ ഇട്ടതിന് ശേഷം ഇപ്പം മൺകുടമാണെങ്കിൽ മൺകുടത്തിന് ആ മൺകുടത്തിന് തന്നെ ഒരു തട്ടുണ്ടെങ്കിൽ അത് വെക്കാം. അങ്ങനെയല്ല നിങ്ങളുടെ കയ്യിൽ ബ്രാസ് ആണെന്നുണ്ടെങ്കിൽ ആ ബ്രാസിൻ്റെ തട്ട് വെക്കാം. നിങ്ങളുടെ കയ്യിൽ എന്ത് തട്ടാണോ ഉള്ളത് അതുകൊണ്ട് ആ മൺകുടത്തിൻ്റെ വായ്ഭാഗം അടച്ചു വെച്ചിട്ട് അതിന് മുകളിലായിട്ട് മൺവിളക്കിൽ മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് നെയ്യൊഴിച്ച് ഒരു ദീപം നമ്മൾ കൊളുത്തുക. ദീപത്തിൻ്റെ ജ്വാല കിഴക്ക് നോക്കിയായിരിക്കണം ഇരിക്കേണ്ടത്. അതിന് ശേഷം ആ ഒരു മൺകുടം നമ്മൾ കൈ കൊണ്ടിങ്ങനെ 2 സൈഡിലും പിടിച്ച്, കയ്യിലെടുക്കരുത്, 2 കൈയിലും പിടിച്ച് ഈ ഒരു മാസം മുഴുവൻ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ധനവരവും എല്ലാ രീതിയിലുമുള്ള സമ്പൽ സമൃദ്ധിയും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് മനസ്സുരുകി നമ്മുടെ കുലദൈവത്തിനെയും മനസ്സിലോർത്ത് ലക്ഷ്മി ദേവിയെയും മനസ്സിലോർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. എന്നിട്ട് ആ ദീപം അവിടെ ഇരുന്ന് കത്തിക്കോട്ടെ. കത്തുമ്പം ഞാൻ പറഞ്ഞതുപോലെ 9:05 വരെ മാത്രം ആ ദീപം തെളിഞ്ഞിരുന്നാൽ മതി. അതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ദീപം അണയ്ക്കാവുന്നതാണ്. ഇത് മാത്രം നമ്മൾ നാളത്തെ ദിവസം ചെയ്താൽ മതി. സർവ്വ സമ്പൽ സമൃദ്ധി തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലോട്ട് ഉണ്ടാവുന്നതാണ്. നിങ്ങളിപ്പം എന്തൊരു പ്രശ്നത്തിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിലും നിങ്ങൾ ഈ ഒരു പരിഹാരം ചെയ്താൽ ഒരു 80% ആ പ്രശ്നത്തിൽ നിങ്ങൾക്ക് പുറത്തു വരാനും സാധിക്കും. ഈ ഒരു മാസം മുഴുവൻ നല്ല രീതിയിലുള്ള ധനവരവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതേപോലെ വിശ്വാസപൂർവ്വം ചെയ്താൽ നല്ല ഐശ്വര്യം ഫലമായിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നാളെ 1-ാം തീയതി ആയതുകൊണ്ട് ആർക്കും കടം കൊടുക്കാതിരിക്കുക, ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങാതെ ഇരിക്കുക. നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് നാളെ പാല്, കല്ലുപ്പ്, നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ഭഗവാൻ സൂര്യൻ്റെ ധാന്യം ഗോതമ്പായതുകൊണ്ടും ഗോതമ്പ് പൊടിയോ ഗോതമ്പോ ഒക്കെ വാങ്ങിക്കാം. പച്ചരി മേടിക്കാം. എന്തെങ്കിലും ഒരു മധുര പദാർത്ഥം, ശർക്കര, പഞ്ചസാര, ലഡു, ജിലേബി, നിങ്ങൾക്ക് എന്താണോ താല്പര്യം അതൊക്കെ വാങ്ങിക്കാവുന്നതാണ്. തീർച്ചയായും നല്ല ഐശ്വര്യം നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരാൻ വേണ്ടി ഇതൊക്കെ വാങ്ങുന്നത് നമ്മളെ സഹായിക്കുകയും ചെയ്യും. എല്ലാവരും ഈ ഒരു പരിഹാരം ചെയ്യാൻ ശ്രമിക്കണം. വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളാണ് ഇവയൊക്കെ. കഴിയുന്നതും എല്ലാവരും ചെയ്യുക. എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം നിങ്ങളുടെ വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ സഹായിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.